പ്രിയപ്പെട്ട കുട്ടികളെ, എവിടുന്നാ നിങ്ങൾ? ഏത് സ്കൂളാ? ഏത് സ്കൂള്? ഗവൺമെന്റ്. ഓക്കെ, സൂപ്പർ ആണല്ലോ. ഏതിലേക്കാ നിങ്ങൾ മത്സരിച്ചത്? കഴിഞ്ഞോ അത്? നാളെയാ? അപ്പൊ ഭക്ഷണം കഴിച്ചോ? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലല്ലേ? കലവറക്കെ തന്നെ ഇരുന്നു. ഞങ്ങള് കയറിയപ്പോൾ ഞങ്ങൾക്ക് അതാ തോന്നി കേട്ടോ. എങ്ങനെയുണ്ട് കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ടീച്ചറാണോ കുട്ടിയാണോ? കുട്ടിയാ. ഓക്കെ. അല്ല, ഇപ്പോഴത്തെ ടീച്ചേഴ്സിനെയും കുട്ടികളെയും കണ്ടാ മനസ്സിലാവത്തില്ല, അതാണ് പ്രശ്നം. പേരന്റാ. അപ്പൊ ഓക്കെ മക്കളെ, അപ്പൊ കലോത്സവം കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, സൂപ്പർ ആയിരുന്നോ? ആ, അപ്പൊ നമ്മള് കാണും. അപ്പൊ നിങ്ങൾ പാട്ട് പാടുവോ? ഒന്ന് പാടും. ആ പാട്. കൂട്ടപ്പാട്ട് ആയിക്കോട്ടെ. കൂട്ടപ്പാട്ട്. ആ, വേഗം ആയിക്കോട്ടെ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മൂക്കിലിനെ പ്രണയിച്ചു പോൽ. പൂവമ്പലമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അറിയിക്കും ഞാൻ. വാനിടം മംഗളമാലപിക്കേ ഓമലേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഗുഡ് മോർണിംഗ് സർ. മിനിസ്റ്ററെ, അവരെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാല് കുട്ടികളുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററാണ് അല്ലെ? സാധാരണ ശിക്ഷ, കർശന നടപടികളുള്ള പാരന്റ്സ് ഉണ്ട്, അതിന് നേരെ തിരിച്ചാ മിനിസ്റ്റർ അല്ലെ? നിങ്ങൾ കുട്ടികളുടെ ഇവർക്കിപ്പോ പാഠപുസ്തകം 20% വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി പോയല്ലേ വേണ്ടേ? ശനിയാഴ്ച അവധി ദിവസം സ്കൂളിൽ ക്ലാസ് വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടി പോയല്ലേ? ആ ദിവസം പാട്ടും ഡാൻസും ഓട്ടവും ചാട്ടവും ഒക്കെയാണ്. മനസ്സിലായില്ലേ? കുറച്ച് പഠിച്ചാൽ മതി. എന്തെങ്കിലും ചോദിക്കാൻ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാ മിനിസ്റ്റർ. മിനിസ്റ്ററെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. എങ്ങനെയുണ്ട് ഭക്ഷണം? ഇഡ്ഡലി. ഇവര് പിള്ളേർ പറഞ്ഞറിയാം ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് ഭക്ഷണത്തിന്. ആണോ? നല്ല ഉഗ്രം പായസം ഉണ്ട്. അഭിമുഖം ചെയ്ത് ചോദ്യം ചോദിച്ചു. 10ാം ക്ലാസ്സിലെ സിലബസ് മാറ്റിയത് എന്തിനാ? സിലബസ് മാറ്റിയിട്ടില്ല. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ പാഠപുസ്തകം തയ്യാറാക്കി. അതാണ് നടന്നിട്ടുള്ളത്. അത് 10 വർഷമായി പഴയ പാഠപുസ്തകം. പുതിയ വിജ്ഞാനം വരണ്ടേ? ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഫിക്സ് ചെയ്താ. അതെ. മക്കളെ റെഡി. അപ്പൊ മിനിസ്റ്റർ കാണാം.